ബിഗ് ബോസ് റിയാലിറ്റി ഷോ മത്സരാർത്ഥികൾക്ക് നിരവധി ഓപ്പർച്യൂണിറ്റികളാണ് നൽകാറുള്ളത്. ഒരു റിയാലിറ്റി ഷോ എന്നതിനപ്പുറം അവസരങ്ങളുടെ വലിയ വാതിലാണ് അവർക്ക് മുൻപിൽ തുറക്കപ്പെടാറുള്ളത്. ഫിലിം, മോഡലിംഗ്, സീരിയൽ, ആങ്കറിംഗ് തുടങ്ങി നിരവധി മേഖലകളിലേക്ക് മത്സരാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്ന ഗോൾഡൻ ചാൻസ് കൂടിയാണ് ബിഗ് ബോസിലൂടെ ലഭിക്കുന്നത്. 100 ദിവസത്തെ ലൈവ് സ്ട്രീമിംഗ് റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ കഴിവുകൾ, താല്പര്യങ്ങൾ ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് തന്നെ ഫിലിം ഫീൽഡിലുള്ളവരും അതുപോലെ മറ്റ് മേഖലകളിലുള്ളവരും ഇവരെ വേണ്ട പോലെ ശ്രദ്ധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് സിനിമ. സീസൺ 1-ലെ വിന്നറും ടെലിവിഷൻ അവതാരകനുമായ സാബുമോൻ സിനിമയിലെത്തുന്നത് ഈ ബിഗ് ബോസ് വഴിയാണ്. ഗ്രാൻഡ് ഫിനാലെയിലാണ് നടനെ ആദ്യ സിനിമയിലേക്കുള്ള ഓഫർ വരുന്നത്. ശേഷം അങ്ങോട്ട് സിനിമകളുടെ ചാകരയായിരുന്നു. അയ്യപ്പനും കോശിയും, ജല്ലിക്കെട്ട്, അജഗജാന്തരം, ഗോൾഡ്, ഇരട്ട, നീലവെളിച്ചം തുടങ്ങിയ സിനിമകളിൽ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു. ഇന്ന് സാബുമോൻ മലയാളത്തിലും തമിഴിലുമായി തിരക്കുള്ള നടനാണ്. രജനീകാന്ത് നായകനായെത്തുന്ന വേട്ടയ്യനിലും നടൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സീസൺ 4 മത്സരാർത്ഥിയും സീരിയൽ നടിയുമായിരുന്ന സുചിത്ര നായർ ലിജോ ജോസ് പില്ലിശ്ശേരി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മലൈക്കോട്ടെ വാലുവിനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അന്ന് LJP ബിഗ് ബോസ് കണ്ടിട്ടാണ് സുചിത്രയെ സിനിമയിലേക്ക് വിളിക്കുന്നതും പ്രധാന കഥാപാത്രം നൽകുന്നതും. സീസൺ 2-ലെ ഫുക്രു, രജിത് കുമാർ, സീസൺ 5-ലെ ജുനൈസ് ഇവരെല്ലാം സിനിമയിൽ എത്തുന്നത് ഈ ബിഗ് ബോസ് വഴിയാണ്. ബിഗ് ബോസ് എല്ലാ സീസണിലും സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി എത്തുന്നവരും നിരവധിയാണ്. സീസൺ 6-ൽ പോലും മെജോറിറ്റി ആളുകളും ഈ ആഗ്രഹവുമായാണ് ഷോയിൽ എത്തിയിരിക്കുന്നത്. അഭിഷേക്, അർജുൻ, ജിൻഡോ ഇവരൊക്കെ സിനിമയാണ് ആഗ്രഹമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം സീസൺ 6-ൽ ഒരു ഫിലിം ഓഡിഷൻ നടന്നിരുന്നു. സംവിധായകൻ ജീത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമാണ് മത്സരാർത്ഥികൾക്കായി ഓഡിഷൻ നടത്താനായി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരുന്നത്. ഒരു ടാസ്ക് എന്ന നിലയിൽ ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം വിവിധ സന്ദർഭങ്ങളിലെ കഥാപാത്രങ്ങളായി അഭിനയിച്ചു കാണിക്കലായിരുന്നു ഈ ഓഡിഷനിലൂടെ നടത്തിയത്. ശേഷമാണ് ജീത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഇവർക്ക് മുൻപിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ 8 പേരും വളരെ മികച്ച രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തങ്ങൾക്ക് കൊടുത്ത സീനുകൾ അഭിനയിച്ചു കാണിച്ചിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് ജാസ്മിന്റെയും ജിൻഡോയുടെയും ആക്ടിംഗ് ആണ്. തന്റെ ആഗ്രഹത്തിനൊത്ത് മകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്റേതായ സ്വപ്നങ്ങൾക്കനുസരിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്ന മകളും തമ്മിലുള്ള വൈകാരികമായ രംഗമാണ് ഇരുവർക്കുമായി അഭിനയിക്കാൻ കൊടുത്തത്. ജാസ്മിൻ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും അതിവൈകാരികമായി തന്നെ ആ സീൻ അഭിനയിച്ചു കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് ജാസ്മിൻ. ഒരു മകളുടെ ആ സമയത്തെ മാനസികാവസ്ഥ കൃത്യമായി അഭിനയിച്ചു കാണിക്കാൻ ജാസ്മിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജാസ്മിന് ഉറപ്പായും ഓഡിഷനിൽ സെലക്ഷൻ ലഭിക്കുമെന്ന രീതിയിൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം നടക്കുന്നുണ്ട്. ജിൻഡോ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. ബിഗ് ബോസിൽ ഓഡിഷൻ നടന്നതും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം മറ്റു പല ചർച്ചകളും സജീവമായിട്ടുണ്ട്. ഒന്നാമതായി ജീത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഒരുമിച്ചെത്തിയത് കൊണ്ട് തന്നെ മോഹൻലാൽ ചിത്രമാണെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഹിറ്റ് ചിത്രം ദൃശ്യത്തിന്റെ 3ാം ഭാഗമായിട്ടാണോ ഈ ഓഡിഷൻ എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ്. രണ്ടാമതായി ജീത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ ഒന്നിക്കുന്ന ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് റാം. 2 ഭാഗങ്ങളായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കോവിഡിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. ഈ ചിത്രത്തിലേക്കാണോ പുതിയ ഓഡിഷൻ എന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ റാമിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ജീത്തു ജോസഫ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ചിത്രീകരണം ഉടൻ പുനരാരംഭിക്കുമെന്നും അതിനായി മറ്റ് പ്രൊജക്ടുകൾ തള്ളിവെച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതും ആയതോടെ ചർച്ചകൾ സജീവമായി. എന്തായാലും മത്സരാർത്ഥികൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇതിലൂടെ ലഭിക്കാൻ പോകുന്നെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതും മലയാളത്തിലെ മികച്ച സംവിധായകനും നിർമ്മാതാവിനുമൊപ്പം. ആർക്ക് അവസരം ലഭിച്ചാലും അവർക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.